പ്രിയ കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുകയാണ്. നാടകത്തിന്റെ പേര് അജയന്റെ രണ്ടാം മോഷണം. അതേ സുഹൃത്തുക്കളെ, അജയന്റെ രണ്ടാം മോഷണം കണ്ടപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു നാടകം ഫീലാണ് എനിക്കുണ്ടായത്. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ പറയണമല്ലോ. ഒരു 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 വലിയ സെറ്റിൽ, ഒരു വലിയ സെറ്റപ്പിൽ ചെയ്തെടുത്ത ഒരു ഡ്രാമ, ഒരു നാടകം, ആ ഒരു ഫീലാണ് ഉണ്ടാക്കിയത് ഈ സിനിമ. സോ നമുക്ക് കൂടുതൽ എന്താ പറയുക, ഇൻട്രോ ഒന്നും ഇല്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. അജയന്റെ രണ്ടാം മോഷണം ടൊവിനോ നായകനായിട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. ടൊവിനോ 3 റോളുകളിലാണ് വരുന്നത്: കേളു, പിന്നെ നമ്മുടെ മണിയൻ, അജയൻ. അജയന്റെ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. അജയൻ ഒരു സാധാരണ ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക് പരിപാടികൾ, പ്ലംബിങ് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഇലക്ട്രീഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ, ഒരു കള്ളനായിരുന്നു. നാട്ടുകാരെ എല്ലാം പേടിപ്പിച്ച് നാട്ടിൽ വലിയ മോഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കള്ളൻ. ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ടൊവിനോ തന്നെയാണ്. മണിയൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. മണിയന്റെ പേരായിട്ട് വരുന്ന സുരഭിയാണ്. അവരുടെ ആ ഒരു സ്റ്റോറി കാണിക്കുന്ന പോർഷനൊക്കെ നല്ലതാണ്. മണിയൻ ആ നാട്ടിലെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിയോദിക്കാവിലെ ഒരു വിളക്ക് കട്ടുകൊണ്ട് പോയ ഒരാളാണ്. കട്ടിട്ട് തിരിച്ചത് ഏൽപ്പിച്ചിരുന്നു. ഇതൊക്കെയാണ് കഥകൾ. ആ വിളക്കിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിളക്കാണ്. അപ്പോൾ ആ വിളക്ക് കട്ടുകൊണ്ട് പോയിട്ട് അതിനെ തുടർന്ന് പിന്നീട് കുറേ പ്രശ്നങ്ങൾ ആ നാട്ടിലുണ്ടാവുകയും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കാണിക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു ഉദ്ദേശം. അവസാനം ഈ അജയൻ എന്താണ് നടത്തുന്ന മോഷണം, ഒന്നാമത്തെ മോഷണം എന്താണ്, രണ്ടാമത്തെ മോഷണം എന്താണ്, അങ്ങനെയൊക്കെയാണ് സിനിമയുടെ അവസാനമാണ് ടൈറ്റിൽ വരുന്ന, മെയിനായിട്ടുള്ള ടൈറ്റിൽ വരുന്നത്. അതായത് അജയന്റെ രണ്ടാം മോഷണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിനിമയുടെ ലാസ്റ്റ് ആയിട്ടാണ്. സോ ഇതൊക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഇനി സിനിമയിൽ ടൊവിനോയുടെ കാര്യം എടുത്തു പറയണം. ടൊവിനോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്ന മേക്കപ്പ് ആണെങ്കിലും അതിന്റെ ഒരു ആർട്ടും പരിപാടിയൊക്കെ ആണെങ്കിലും ശരിക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് കിടിലം ലുക്കാണ്. നമ്മുടെ അക്വാമാന്റെ ഒക്കെ ഒരു ലുക്കാണ്. അക്വാമാന്റെ ആ ഒരു പുരികമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അത് അതേപോലെ ഒരു ടാറ്റുവും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഒരു രസമുള്ളൊരു ലുക്കാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന രീതിയും അത് ഡയലോഗ് ഡെലിവറി, ടൊവിനോ അങ്ങനെ വോയിസ് മോഡുലേഷൻ ചെയ്ത് അങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിൽ നല്ല വോയിസ് നന്നായിട്ട് മോഡുലേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ ഒരു കംപ്ലീറ്റ് സക്സസ് ആയിരുന്നു. അജയനിലോട്ട് വരുമ്പോഴത്തേക്ക് അജയൻ സ്ഥിരമായി ടൊവിനോ പല സിനിമകളിലും ചെയ്തു വരുന്ന അദൃശ്യ ജാലകങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ബട്ട് സ്റ്റിൽ ഹീസ് ഗുഡ് ഇൻ കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ മറ്റേ നമ്മുടെ ഇന്ത്യൻ താത്തയുടെ ഈ ഐറ്റം ഉണ്ടല്ലോ, അത് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതൊക്കെ വന്നോണ്ടാ എനിക്കറിയില്ല. അതൊക്കെ ഈ സിനിമയിൽ രോമാഞ്ചം ഉണ്ടാക്കാനായിട്ട് അവർ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല. എല്ലാ മൊമെന്റ്സും ഇങ്ങനെ നല്ല രീതിയിൽ മാസ് ബിൽഡ് ചെയ്ത് വരും. പക്ഷെ അതാണ് അവനെ കൊണ്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. പിന്നെ എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര ഫോൾട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഏറ്റവും ലാസ്റ്റ് ടെയിലെൻഡിലോട്ടൊരു സാധനമുണ്ട്. ആ സാധനത്തിൽ ഇങ്ങനെ സ്ക്രീനിൽ എന്തോ ഒരു സ്റ്റട്ടറിങ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ആ സ്ക്രീൻ ഇങ്ങനെ എന്തോ ഒരു സ്റ്റട്ടറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ എഡിറ്റിങ്ങിൽ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ തന്നെ പിന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രംഗത്ത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കതിന് മുമ്പേ കൺവേ ചെയ്ത് തരണ്ടേ, എന്നല്ലേ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ വരുന്ന ഒരു അർത്ഥം എന്നുള്ളത്. സോ അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ കുറേ പ്രേക്ഷകൻ ഒരു നിമിഷം പോലും സിനിമയായിട്ട് കണക്റ്റ് ആവാത്ത രീതിയിലൊക്കെയാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരിതാണ്. സോങ്സ് ആണെങ്കിലും ആദ്യമായിട്ട് ടൊവിനോയും കൃതി ഷെട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അതായത് അജയന്റെ റിലേഷൻഷിപ്പ്. അപ്പോൾ വരുന്നൊരു സോങ് നല്ല വിഷ്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന സോങ് ഒരു നാടൻ പാട്ടിൻ്റെയൊക്കെ ഒരു വൈബിൽ പോകുന്ന സാധനമാണ്. കുഴപ്പമില്ല. ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കൺസിസ്റ്റന്റ് ആയിട്ടൊരു BGM ഇല്ല. മണിയന് സ്ഥിരമായൊരു BGM ഇല്ല, അജയന് സ്ഥിരമായൊരു BGM ഇല്ല, കുഞ്ഞിക്കേളു കുറച്ച് പോർഷനിലേ ഉള്ളൂ, കുഞ്ഞിക്കേളുവിന് BGM ഇല്ല. അപ്പം അങ്ങനെ മൊത്തത്തിൽ BGM കൺസിസ്റ്റന്റ് ആയിട്ടില്ല. പിന്നെ എടുത്ത് പറയാനായിട്ട് ഇപ്പോൾ ഒരു എന്റർടൈനിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് ഈ സിനിമയിലുണ്ട്. ബേസിലിന്റെ ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൊച്ചു കോമഡീസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ. 2.5 മണിക്കൂർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കഥയാണ്. ചിയോദിക്കാവിലെ വിളക്ക് എവിടെ, അത് മോഷ്ടിക്കണം, അത് മോഷ്ടിച്ചെടുക്കണം, തീർന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2.5 മണിക്കൂറിലെ പരിപാടി. അപ്പോൾ ഈ ഒരു 2.5 മണിക്കൂർ ഈ ഒരു കഥയെ കൊണ്ടുപോകണമെങ്കിൽ അതിനെ അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ട് ഡയറക്റ്റ് ചെയ്ത് വെക്കണം. ഡയറക്ഷനിലെ കുറച്ച് പാളിച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ സിനിമയ്ക്കൊരു എന്താ പറയുക, പ്രേക്ഷകൻ കണക്റ്റ് ആവാതെ പോയത്. ടൊവിനോ വളരെയധികം എഫേർട്ട് ഇട്ടു. ഇപ്പം ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറയാം. ലാലേട്ടൻ ഒടിയനിൽ 2018 ഡിസംബറിൽ വന്ന സിനിമയാണ്. അന്ന് ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിരുന്നു. സ്വന്തം ഫേസ് തന്നെ മാറ്റി. അപ്പം അത്ര എഫേർട്ട് ഇട്ടിട്ട് ആ സിനിമ ഒരു പരാജയമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നടൻ്റെ എഫേർട്ടിന് ഈ ഒരു സിനിമയിൽ കുറച്ച് കാണേണ്ടതില്ല. ടൊവിനോ എന്ന് പറഞ്ഞൊരു ആക്ടർ സ്വന്തം മുഖം കളഞ്ഞു, അത് ചെയ്ത ഒരുപാട് പരിപാടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണെങ്കിലും സിനിമ പ്രേക്ഷകനുമായിട്ട് ഒരു നിമിഷം പോലും കണക്റ്റ് ആവുന്നില്ല. കണക്റ്റ് ആവാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു രംഗത്തിൽ പോലും, ലിറ്ററലി സ്പീക്കിംഗ്, ഒരു രംഗത്തിൽ പോലും തിയേറ്ററിൽ കയ്യടി വീണില്ല. കയ്യടി വീഴാനായിട്ട് അവർ ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും പ്രേക്ഷകൻ അവിടെ ആ ഒരു രംഗത്തിലേക്ക് ബിൽഡ് ചെയ്ത് എത്തുമ്പോഴത്തേക്കും മടുക്കുകയാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ
ആസ് എ ഹോൾ സിനിമയായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു അമർ ചിത്രകഥ ടൈപ്പായിട്ട് നമ്മൾ കഥ വായിച്ച് രസിക്കുന്ന പോലെ കണ്ട് രസിക്കാവുന്നൊരു സിനിമയാണ്. ക്ലൈമാക്സിലോട്ടൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ ഇവർക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും മൂവി ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യസന്ധമായിട്ട് പറയാനേ റേറ്റിംഗ് ഒരു 2.5/5 ആണ് എനിക്ക് പേഴ്സണലി കൊടുക്കാൻ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ളതേ ഉള്ളൂ. ടൊവിനോയുടെ ഹാർഡ് വർക്കിന് ഒരു 5/5 കൊടുക്കുക. കാരണം ഈ സിനിമയിലെ സ്റ്റൺസ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം ടൊവിനോ ബോഡി ആണെങ്കിലും രണ്ടുപേർക്കും 2 തരത്തിലുള്ള ബോഡിയാണ് വേണ്ടത്. അതായത് അജയനും മണിയനും ഒക്കെ 2 തരത്തിലുള്ള. അപ്പോൾ അത് ഡ്രസ്സിങ്ങിൽ അല്ലാതെ ബോഡിയിലും ഒക്കെ മാറ്റം കൊണ്ടുവന്നിട്ട് മാനറിസംസിലും അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ടൊവിനോയ്ക്ക് ശരിക്കും നല്ലൊരു റേറ്റിംഗ്, എന്താ പറയുക, ടൊവിനോയുടെ ഹാർഡ് വർക്കിന് 5 സ്റ്റാർ തന്നെ കൊടുക്കണം. പക്ഷേ സിനിമ ആസ് എ ഹോൾ ഒരു 2.5 മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സിനിമയിൽ നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും കിട്ടുന്ന വൈബും, പിന്നെ അസാസിൻസ് ക്രീഡിന്റെ ഫാനാണെന്ന് തോന്നുന്നു ഈ ഡയറക്ടർ. കാരണം അസാസിൻസ് ക്രീഡ് ഗെയിമിലുള്ള പോലത്തെ ബൂബി ട്രാപ്സും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പോയി ചവിട്ടി. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ടൊരു സാധനം വന്നിട്ടില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അസാസിൻസ് ക്രീഡ് കണ്ടിട്ടുള്ള അതേ സാധനം, ഒരു സാധനം ചവിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ അമ്പ് പോകുന്നു, തീ ഉണ്ട വരുന്നു, അതേ പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. ഇതേ ഒരു തീം ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ നമ്മുടെ അനന്തഭദ്രവും. എന്താ പറയുക, അനന്തഭദ്രത്തിന്റെ തീം എന്താണ്? ഒരു സ്ഥലത്തൊരു ശിവക്കാവിൽ വിളക്ക് വെക്കണം. വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സാധനമാണ് ആ ഒരു പരിപാടി. പക്ഷെ അവരെ എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വില്ലനെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു രീതിയിലാണ്. ഇതിലെ വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോമഡി പീസ് വില്ലനാണ് സത്യം പറയാമല്ലോ ഇങ്ങനെ വന്നിട്ട്. പക്ഷെ വിനീതാണ് ഡബ് ചെയ്തേക്കുന്നത്. വിനീതിന്റെ ഡബിങ് വൈസ് കുറച്ച് സാധനങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ വില്ലന്റെ ആ ഒരു സംഭവം ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. വില്ലൻ വന്നിട്ട് അത്ഭുതമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു. പ്രത്യേകിച്ചൊരു വില്ലനിസം തോന്നിക്കത്തക്ക രീതിയിൽ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. വീഡിയോ എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തലൊക്കെയാണ് ഒരു സിനിമയുടെ ഒരു പ്രധാന വില്ലൻ ചെയ്യുന്ന പരിപാടി. ബേസിലാണ് ഞാൻ പറഞ്ഞത്. ബേസിൽ ജോസഫ് വരുന്നതോടുകൂടി ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ കുറച്ച് എന്റർടൈനിങ് ഫാക്ടേഴ്സ് ഒക്കെ തന്ന് സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. ജഗദീഷ് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ജഗദീഷും ലുക്കിലൊക്കെ ഇത്തിരി വ്യത്യാസമായിട്ട് വന്നു. സുരഭി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരഭി പിന്നെ ഓൾറെഡി അവാർഡൊക്കെ കിട്ടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. ആസ് എ ഹോൾ ഞാൻ പറഞ്ഞല്ലോ സിനിമ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ടും കൂടുതൽ ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് എനിക്കിനി മുന്നോട്ടുള്ള വീഡിയോസിൽ കറക്ഷൻസ് ഒക്കെ വരുത്താനും മുന്നോട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Verse എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.